അപ്പോൾ ഗൈസ് രണ്ട് മൂന്ന് ദിവസത്തെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി വെക്കേഷനും സംഭവവും പുറത്തുനിന്നുള്ള ഫുഡടി കറക്കം എല്ലാം അവസാനിച്ചു ഗൈസ്. നാളെ മുതൽ ഇനി ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ക്ലിനിക്കിൽ പോകണമെങ്കിൽ വല്ലതൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കണമെങ്കിൽ സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ ഞാൻ ഇന്ന് നികേട്ടൻ ഓൾറെഡി ഡ്യൂട്ടിക്ക് പോയി, എനിക്ക് ഇന്നും കൂടി വെക്കേഷനാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് സാധനങ്ങൾ, ഗ്രോസറി ഷോപ്പിംഗ്, ഫുഡിൻ്റെ ഐറ്റംസ് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പോലാണ്. ഒപ്പം നികേട്ടൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം എനിക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണം. അപ്പം നികേട്ടനറിയാതെ അതും കൂടി ഒരു സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റും കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഗ്രോസറി ഷോപ്പിങ്ങിന് വൈകുന്നേരം നികേട്ടനും കൂടി വന്നിട്ട് ഒരുമിച്ച് പോകാമല്ലോ. അപ്പം നികേട്ടൻ ഉച്ചയ്ക്ക് ലഞ്ചിന് എത്തുന്നതിനേക്കാൾ മുമ്പേ സാധനങ്ങളും വാങ്ങി ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ച് എല്ലാമായിട്ട് തിരിച്ച് വരണം. അപ്പം സാധനങ്ങളും ഷോപ്പ് ചെയ്ത് നികേട്ടൻ്റെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വരാം. സ്മോൾ ഗിഫ്റ്റ്. ഓക്കെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ, അങ്ങനെ ഞാൻ പോയിട്ട് വന്നിട്ട് നികേട്ടന് ഒരു സ്പെഷ്യൽ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നികേട്ടൻ വരുന്നതിന് മുമ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ആക്കുന്നതിന് മുമ്പ് വേഗം തന്നെ ഡ്രസ്സെല്ലാം മാറ്റുന്നതിന് മുമ്പ് വേഗം തന്നെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ പിന്നെ നികേട്ടൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരു ചോക്ലേറ്റ് ബോക്സ്, അതാണ് എൻ്റെ ഒരു കുഞ്ഞ് ഐഡിയ. ബിക്കോസ് ചോക്ലേറ്റ്സ് നികേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പം ഷോപ്പിങ്ങിന് പോയാലും ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് കിടന്ന് ബഹളം വയ്ക്കും. ഇപ്പം ഞാൻ ഷുഗർ കട്ട് ഡയറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോക്ലേറ്റ്സ് അധികം വാങ്ങാൻ സമ്മതിക്കത്തേയില്ല. അപ്പം ദിസ് ടൈം അതുകൊണ്ട് എന്താണ്, ഞാൻ നികേട്ടന് വിചാരിച്ച് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ പിന്നെ റൈറ്റ് ആയിട്ടുള്ള എല്ലാ ചോക്ലേറ്റ്സും കുറച്ച് എല്ലാം കൂടെ ചേർത്ത് ഒരു ചോക്ലേറ്റ് ബോക്സ് ഉണ്ടാക്കിയിട്ട് നികേട്ടന് കൊടുക്കാമെന്ന്. പിന്നെ ചോക്ലേറ്റ് ബോക്സ് ഉണ്ടാക്കാനുള്ള ഒരു സാധനം വാങ്ങാനൊക്കെ വിചാരിച്ചിട്ട് ആ ബോക്സിൻ്റെ സംഭവം സെറ്റപ്പ് ഒന്നും എനിക്ക് കാർഫോറിൽ അവൈലബിൾ ആയില്ല. പിന്നെ സമയം ലേറ്റായി ലഞ്ച് ഉണ്ടാക്കാനുള്ളത് കൊണ്ട് ഞാൻ വേഗം തിരിച്ചു വന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു ജ്വല്ലറി ബോക്സ് ഉണ്ട്, നല്ലൊരു ജ്വല്ലറി ബോക്സ്. ആ ബോക്സ് തന്നെ യൂസ് ചെയ്തിട്ട് ഒരു ചോക്ലേറ്റ് ബോക്സ് ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, ജ്വല്ലറി ബോക്സിലെല്ലാം കൂടി സെറ്റ് ആവുന്നില്ല. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ട്രേ ഉണ്ട്, വെറുതെ ചുമ്മാ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന ഒരു ട്രേ. ആ ട്രേയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. സക്സസ് ആവുമോ എന്തോ. എന്തൊക്കെയൊക്കെയോ അങ്ങനെയൊക്കെയൊക്കെയോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേയുടെ അടിയിലൊക്കെ പോയി, പക്ഷേ സാരമില്ല. നികേട്ടന് ഇഷ്ടമുള്ള എല്ലാ ചോക്ലേറ്റ്സും ഓരോ സ്മോൾ മിനി വാങ്ങിച്ചിട്ട് ഒരു ബോക്സ്, ചോക്ലേറ്റ് ബോക്സ്. സോ ഇറ്റ് വിൽ ബി എ ബിഗ് സർപ്രൈസ് ഫോർ ഹിം. അങ്ങനെ ഒരുവിധം ഞാൻ ഈ കിറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. വൃത്തിക്കും മര്യാദയ്ക്കൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല, കാരണം നികേട്ടൻ വരാറായി. ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും പണ്ടുകൊണ്ടിരുന്ന അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി വന്നാൽ പിന്നെ എല്ലാം പൊളി. ഇങ്ങനെ ഒരു കിറ്റിൽ നല്ല ഭംഗിയുള്ളൊരു കിറ്റിൽ എല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വാങ്ങിച്ച പെർഫ്യൂം ഒക്കെ ഇതിൽ ഞാൻ ചുമ്മാ ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ എഴുതി വയ്ക്കാം. പിന്നെ ഇത് അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു അമ്മേൻ്റെ വക ഒരു ഡ്രസ്സ് വാങ്ങണമെന്ന്. അങ്ങനെ അമ്മേൻ്റെ വക ഒരു കുഞ്ഞ് ഗിഫ്റ്റ് അങ്ങനെയും വാങ്ങി. ഇതെല്ലാം ഒളിപ്പിച്ച് വെക്കണം നാളെ കാണാതിരിക്കാൻ. ഓ മൈ ഗോഡ്, എ ബിഗ് ടാസ്ക്. ഇവിടുന്ന് തട്ടിയാൽ മതി. ശരിക്കും കിട്ടിപ്പോയല്ലോ. ഫുള്ള് എനിക്കല്ലേ, നിഞ്ചൊന്നും വേണ്ടല്ലോ. ചെട്ടിയോ, എനിക്ക് ഇഷ്ടായോ? എനിക്ക് ഇഷ്ടമായി. പെർഫ്യൂം ഇത് കുറയുമ്പോ ഇതിന്ന് നീ ഇതടിച്ചു മാറ്റിയോ ഇന്നലെ? ഒന്ന് വെച്ചിട്ട. ഓഹോ ഓഹോ, ഇത് വേറെ ഉണ്ടല്ലോ, വേറെ ഫ്ലേവറും ഉണ്ടല്ലോ. ഹലോ, സോ മച്ച്. ഇത് കഴിക്കാം. അതാണ് അത് കഴിക്കാൻ തോന്നി. എത്ര കിട്ടിയിട്ട്
പെർഫ്യൂം എനിക്കറിയായിരുന്നു നിനക്കറിയാം നീ വാങ്ങുന്നുള്ളത്. അപ്പൊ നീ അറിയാത്ത എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകുമ്പോഴല്ലേ ഒരു ഒരു നിനക്ക് വൈകുന്നേരം പാൻറ്റും ഉണ്ട്. പാൻറ് ഓക്കെ ഗായ്സ് ഒന്നും കൂടെ. കുശുമ്പൊട്ടില്ലാത്ത എൻ്റെ ഭാര്യ എന്നെ താടി ഒന്നും തെറ്റാക്കാൻ വിടാതെ പിന്നെ കൊണ്ടുപോവുകയാണ് ഗായ്സ്. പിന്നെ നീ ലുക്കല്ലേ, മാരക ലുക്കല്ലേ. താടി ഒന്ന് സെറ്റാക്കി പിന്നെ ആരുടെയും കൂടെ പോയി കളഞ്ഞാലോ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സർപ്രൈസിന്റെ ലാസ്റ്റ് സെക്ഷനായ ഡിന്നറും കൂടെ കഴിഞ്ഞ ഈ വർഷത്തെ ബർത്ത്ഡേ സമാപിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഡിന്നർ നമ്മൾ പോകുന്നത് എവിടെയാണ്? ചീസ് കേക്ക് ഫാക്ടറി. പിന്നെ നമ്മൾ സ്ട്രോബെറി ലെമണേഡാ. നൈസ്. ഇത്തിരി ഡാർക്കാ. ഡാർക്കോ? ഇത് കാപ്പി. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നിന്റെ സ്പ്രൈറ്റ്. Happy birthday to you. Happy birthday to you. Happy birthday from cheesecake. Happy birthday to you. Thank you, thank you, thank you. Yeah. നിനക്കല്ലേ ഫസ്റ്റ് തരണ്ടേ? അത് നിനക്കല്ല, എനിക്കാണ് ഫസ്റ്റ് തരണ്ടേ. Happy birthday. എന്തിനാ നമ്മൾ എഴുതിയത്? ഹാപ്പി ബർത്ത്ഡേ നിക്കി. നല്ല സൂപ്പർ കേക്ക് അല്ലേ? എങ്ങനെയുണ്ടത്? ബീഫ് സ്പ്രിംഗ് റോൾ അല്ലേ? സൂപ്പർ. ആൻഡ് ദിസ് ഇസ് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ അല്ലേ? വിത്ത് അവോക്കാഡോ, സാലഡ്, ബ്രൗൺ റൈസ്. ഹായ് ഗായ്സ്, ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കയ്യിൽ ഫുൾ കവർ ബാക്കിയുണ്ട്. സീ ഗായ്സ്, ഗുഡ് നൈറ്റ്.